ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് മത്തി കൊണ്ടുള്ള ഒരു കറിയാണ്. ഞാനിത് മത്തി നേരത്തെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഈ കറിക്ക് വേണ്ട ആവശ്യമായ സാധനങ്ങൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പേസ്റ്റ് എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 2 സവാള, ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളകും കൂടെ ആവശ്യമുണ്ട്. സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ ഇടാം. പക്ഷെ സവാള ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാനിത് നേരത്തെ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് വീഡിയോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സവാള നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ ഉലുവ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കറിയിൽ ഉലുവ ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഉലുവ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഉലുവ തനിച്ചവനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചോപ്പിംഗ് ബോർഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. 300 രൂപയേ ഉള്ളൂ. സ്റ്റീലിൻ്റെയാണ്. നല്ല പ്രൊഡക്റ്റാണ്. അപ്പം സവാള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ചൊന്ന് വഴറ്റണം. നല്ല കളറും മാറേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്തുമ്പോൾ പെട്ടെന്ന് വഴണ്ടി വരും വലിയുള്ളി. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി വേണ്ടത് പുളിയാണ് കേട്ടോ. ഞാൻ വാളൻ പുളിയാണ് എടുക്കുന്നത്. നല്ല പുളിപ്പുള്ള നല്ല വാളൻ പുളിയാണ് എടുക്കുന്നത്. അപ്പോൾ പുളി ചേർക്കണ മുൻപായിട്ട് ഞാൻ തക്കാളി കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. തക്കാളി ഒന്ന് അതിലൊന്ന് വെന്ത് വരണം. അതുവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി മീനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 to 1/2 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. നമ്മൾ മീനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിൽ 1/4 to 1/2 സ്പൂൺ വരെ ചേർക്കും. പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും അതുപോലെ തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി മീൻ കറിയിൽ കുറച്ച് കൂടുതൽ തന്നെ വേണം. അതുകൊണ്ട് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് തീ കൂട്ടരുത്. തീ സിമ്മിലാക്കി വെക്കണം ഫ്ലെയിം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചേർത്ത ശേഷം നമുക്ക് നമ്മുടെ പുളി ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പുളി ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ മീൻ വേവണമല്ലോ, അപ്പോൾ അതിന് വേണ്ട വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് മുളക് എല്ലാം പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ അതൊന്ന് തിളയ്ക്കാനായിട്ട് ഞാനിപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നോക്കി എരിവും പുളിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 8-10 മീനോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മത്തിയാണ്. പിന്നെ 8-10 ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് വേവണം കേട്ടോ. മീൻ വേവാൻ കുറച്ച് സമയം തന്നെ മതിയാവും. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ കറി റെഡിയാവും കേട്ടോ. ഇനി അത്രയേ ഉള്ളൂ. ഇനി നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കുമ്പോൾ ഇതൊന്ന് കുറുകി വരും. എനിക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കറി ഒരുപാട് വെള്ളം പോലെ ആവുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇത് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ കുറുകും, ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ കുറേ നേരം ഇത് തിളച്ചിട്ടുണ്ട്. ഒരു ഏകദേശം മീനൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അതായത് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ്സിലത്തോടെ എനിക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ മീൻ കറി. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ കറി മീൻ വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ കറി. നല്ല ടേസ്റ്റാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിലും സവാളയാണെന്ന് വിചാരിക്കരുത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചാനലാണ്. വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ. താങ്ക്